ഇത് വെള്ളം തേക്ക് അരിക്കൊക്കെ ഒന്ന് മുകളിൽ കൊടുന്ന് നമുക്ക് ഡേഞ്ച് ഇല്ല അവരെ ഒരു കുളിപ്പിക്കുന്നു. ഇനി ആ എന്നെ ഞാൻ അതിൻ്റെ ദേഹത്ത് കൊണ്ടിട്ട് തേക്കാൻ വരുവാ വെള്ളം. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ഇതുണ്ടടി, അത് സത്യം കേട്ടോ. ഇന്നലെ നമ്മുടെ വണ്ടി അന്നേരം വശരിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ അതിന് വരെ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവിടെ അവൻ വന്ന് നിൽക്കുന്നത് അവയ്ക്ക് തടിക്കത്തോ നല്ല സ്നേഹമുള്ള പയ്യനാണ്, ബിലാലിന്. അപ്പോൾ അവനോട് വന്ന് ഹെൽപ്പിനൊക്കെ വന്നു നിന്നു. എവിടെ ഉള്ള ആവാസ തന്നെ സാധനം വാങ്ങിക്കാനും വേണ്ടിയിട്ട് ഈ ചെക്കൻ എൻ്റെ വണ്ടി കൊണ്ടുപോകും. ഞാൻ വണ്ടി കൊടുക്കും. സാധനം ആർക്കാ കടയിലേക്കാ? സാധനം വാങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെ പോയി വണ്ടി വിളിച്ചിട്ടൊക്കെ വെള്ളം കൊണ്ട് പോയി തീർന്നില്ല. എന്നിട്ട് എന്താ പറഞ്ഞു വണ്ടിയുടെ കാര്യം പറ. ഇപ്പോൾ വണ്ടി ഇതിൻ്റെ ഫ്രണ്ട് ആൻറ്റിന്ന് ചെറിയ ബെൻഡുണ്ടിരിക്കാൻ ബെൻഡോ? ബെൻഡ് അതായത് ചെറിയ കുളച്ചിലുണ്ടെന്ന് ബെൻഡുണ്ട്. ഞാൻ പറഞ്ഞ എനിക്കറിയാൻ പറയാം. ഇതേപോലെ നാൾ അവിടെ കായംകുളത്ത് ആൾ വണ്ടി വന്നിട്ട് കിട്ടും. ആദ്യം വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും ടൈറ്റായിട്ട് കൊണ്ടുപോകുന്നത് ഞാനിങ്ങോട്ട് തട്ടിയില്ല. തട്ടാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിലെ സീഡും അത് ഇതൊക്കെ പൊട്ടണം. നല്ല തട്ടണം. അങ്ങനെ നല്ല തട്ട് വന്നാൽ ഇത് എന്ത് വരുത്തും. പിന്നെ എനിക്കറിയാൻ നന്നായി ചെറിയ വണ്ടിക്ക് ഓടിച്ചിക്കാൻ അറിയാൻ മേത്തില്ല. ചെറിയ നമ്മൾക്ക് വണ്ടി ഓടിച്ചു പോയാൽ പെട്ടെന്നൊന്നും ചെറിയ കട്ടർ നമ്മൾ പെട്ടെന്നൊന്നും ഓടി വിടുക. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ ചെറുന്ന ഇങ്ങനെ തിരിച്ചാൽ വണ്ടി കട്ടർ ചാടിയങ്ങ് പോകും. അതിൽ അതേപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഫ്രീ ആയിട്ട്. ഇതങ്ങനെയല്ല. നമ്മൾ ഇങ്ങനെ വെട്ടിച്ചാൽ വണ്ടി മൊത്തത്തിൽ കിടങ്ങനെ വെട്ടത്തേ ഉള്ളെന്ന് പറഞ്ഞു. പെട്ടെന്ന് വെട്ടി നീങ്ങി പോത്തില്ല. അത് ഈ ആൻറ്റിൻ്റെ ഈ പ്രശ്നമെന്ന് പറഞ്ഞു. വേറെ ഒന്നും കുഴപ്പമില്ല, വണ്ടി സൂപ്പറാണ് പക്ക. ഈ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് അന്നില്ല, വർഷാപ്പുകാരനില്ലെന്ന് നോക്കിയിട്ട് എന്നിട്ട് പറഞ്ഞു ഇത് വണ്ടി ഫ്രണ്ട് അയക്കണം, എഴുതി കൊടുക്കണം.